മിഡിൽ ഈസ്റ്റിൽ വീണ്ടും നയതന്ത്ര നീക്കങ്ങൾ സജീവമാവുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾ മുതൽ ഗാസയിലെ റഫ അതിർത്തി തുറന്നതുവരെയുള്ള നിർണായകമായ 6 വാർത്തകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനിടയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില കണക്കുകളിലെ വസ്തുത എന്താണ്? ചൈനയുടെ എണ്ണ കച്ചവടത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ആഗോള വിപണിയെ ബാധിക്കുന്നത്? വിശദമായ വിശകലനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രധാന വാർത്ത ഇസ്താൻബുളിൽ നിന്നാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയൊരു ആണവ കരാറിലേക്കുള്ള നീക്കമായാണ് ഇതിനെ നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത. ഇതിന് മധ്യസ്ഥ വഹിക്കുന്നത് തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ്. എന്നാൽ ഈ നീക്കം ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പദ്ധതികളെ ഈ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കുമോ എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ഭയം. തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചു കളഞ്ഞു. ഇനി മറ്റൊരു ഗൗരവമായ വിഷയത്തിലേക്ക് വരാം. മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം സത്യസന്ധതയെക്കുറിച്ചാണ് ഇത്. ഇറാനിലെ പ്രതിഷേധങ്ങളിൽ 30,000 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ടൈംസ് മാസികയാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. എന്നാൽ ഇതിന് കൃത്യമായ രേഖകളില്ലെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. വെറും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു സംഖ്യ അവർ നൽകിയത്. ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഇറാന്റെ ആരോപണം. ഒരു രാജ്യാന്തര മാധ്യമം ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നത് വലിയൊരു വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പത്തിക ലോകത്തെ ചർച്ചയെക്കുറിച്ച് പറയാം. സാമ്പത്തിക ലോകത്തു നിന്നുള്ള വാർത്ത നോക്കുകയാണെങ്കിൽ ചൈന തങ്ങളുടെ എണ്ണ ഇറക്കുമതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നേരത്തെ വെനിസ്വേലയിൽ നിന്നായിരുന്നു ചൈനീസ് കമ്പനികൾ വൻതോതിൽ എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ അമേരിക്കൻ ഉപരോധം കാരണം അവിടെ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടു. ഇതോടെ ചൈന നേരെ ഇറാന്റെ അടുത്തേക്ക് തിരിഞ്ഞു. റഷ്യൻ എണ്ണയേക്കാൾ കുറഞ്ഞ വിലക്ക് ഇറാൻ എണ്ണ നൽകാൻ തയ്യാറായതോടെ ചൈനയ്ക്ക് അത് വലിയ ലാഭമായി. അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇറാന്റെ ഈ ബിസിനസ് നീക്കം ലോക എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് റഫേൽ നിന്ന് വന്നുള്ള ആശ്വാസ വാർത്ത ഒന്ന് കേട്ടുനോക്കാം. റഫ അതിർത്തി ഭാഗികമായി തുറന്നു എന്നതാണ്. യൂറോപ്യൻ യൂണിയന്റെ നിരീക്ഷണത്തിൽ ദിവസേന നിശ്ചിത എണ്ണം ആളുകൾക്ക് ഇപ്പോൾ അതിർത്തി കടക്കാം. പക്ഷേ ഗാസയിലെ അവസ്ഥ ഇപ്പോഴും ദയനീയമാണ്. ആരോഗ്യരംഗം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. ഏകദേശം 20,000 രോഗികൾ, ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും ക്യാൻസർ രോഗികളുമാണ്. അടിയന്തര ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. അതിർത്തി തുറന്നത് ഒരു നല്ല തുടക്കമാണെങ്കിലും ഈ 10,000 ജീവൻ രക്ഷിക്കാൻ ഇത് മതിയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവസാനമായി മേഖലയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് UAE പ്രസിഡന്റ് തന്റെ ജപ്പാൻ സന്ദർശനം റദ്ദാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും സമാധാന ശ്രമങ്ങൾക്കും മുൻഗണന നൽകാനുമാണ് ഈ തീരുമാനം. മേഖല എത്രത്തോളം സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതിന്റെ സൂചനയാണിത്. നയതന്ത്ര ചർച്ചകളും യുദ്ധക്കെടുതികളും സാമ്പത്തിക താല്പര്യങ്ങളും ഒരേപോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ അറിയേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്